ഹായ്. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു യാത്ര പോവുകയാണ്. യാത്ര പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള ഒരു സ്ഥലമാണ്. നമ്മൾ ഓൾറെഡി പോയതാണ്. കുറെ നാളുകൊണ്ട് ഇവർ രണ്ടുപേരും കരയുന്നു, നമ്മൾ അവിടെ ഒന്ന് കൊണ്ടുപോകുന്നു. നമ്മൾ അക്ഷയപാത്രം അമ്മയുടെ അവിടെ പോയില്ലേ, നെട്ടയില്. അപ്പോൾ നമ്മൾ നെട്ടയിലേക്കാണ് ഇന്ന് പോകാൻ പോകുന്നത്. ഇന്ന് അക്ഷയപാത്രത്തിലല്ല, നമ്മളിന്ന് വേറെ എവിടെയെങ്കിലും ഒന്ന് ട്രൈ ചെയ്യും. പിന്നെ പോകുമ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, അങ്ങനെയൊക്കെയുള്ള സംഭവമാണ്. പിന്നെ നമ്മുടെ കൂടെ ഇന്ന് ഒരു ഫ്രണ്ട്സും കൂടെ ഉണ്ട്. അത് നമുക്ക് അവിടെ പോയിട്ട് പരിചയപ്പെടാം അല്ലേ? അതെ. അപ്പോൾ നമ്മൾ കാറിലേക്ക് പോയിട്ട് അത് അവരുടെ വണ്ടിയിലാണ് പോകുന്നത്. അപ്പോൾ ട്രിവാൻഡ്രത്തിൽ തന്നെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരാളാണ്. പുള്ളിയെ കാണിച്ചു തരാം. വെയിറ്റ്. അവർ കുറേ നേരമായി നമ്മൾ വെയിറ്റ് ചെയ്യായി. പുള്ളി ഒരു പഞ്ച്വലിന്റെ അങ്ങേ അറ്റത്തെ പഞ്ച്വലിന്റെ ആളാണ്. അപ്പോൾ കറക്റ്റ് സമയത്തിന് വന്നു. ഇതാ പറഞ്ഞു, ഇതാ പോസ്റ്റ് ഇതാണ്. ഹായ്. അയ്യോ, ഇതാരാ? രേവതിയോ? ഇച്ചിരി ഒന്നും ലേറ്റ് ആയല്ലേ? ഇച്ചിരിയോ? വളരെ നേരത്തെ എന്ന് വേണം പറയാം. നമ്മളല്ലേ ഇച്ചിരി ലേറ്റ് ആവുമല്ലോ. അപ്പൊ നമ്മുടെ വണ്ടി ഇവിടെ കിടപ്പുണ്ട്. അപ്പൊ ഇതിന്ന് എന്റെ ചീപ്പ് കോപ്പ് എടുക്കണം. ഇതാണ് നമ്മുടെ ട്രിവാൻഡ്രത്തിലെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഊട്ടുപുരയുടെ കൊച്ചു മുതലാളിയാണേ. അപ്പൊ ഇന്ന് എത്ര കല്യാണം ഉണ്ടായിരുന്നു? ഇന്ന് കല്യാണം ഉണ്ടായിരുന്നോ? ഇല്ലായിരുന്നു. നാണോ? വേണ്ടാന്ന്. ഓക്കെ. ഇന്ന് കല്യാണം വല്ലതും ഉണ്ടായിരുന്നോ? കല്യാണം ഇല്ല, കുംഭമാസമല്ലേ. ബാക്കി ഫങ്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ രാവിലെ 3 മണിക്ക് പാവപ്പെട്ട മനുഷ്യൻ ഇന്ന് പോയി ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുത്തോ? റെഡിയായി എല്ലാം സെറ്റ് ആക്കിയിട്ടാണ് വന്നത്. അപ്പൊ നമ്മൾ നേരെ എവിടെയാണ് പോകുന്നത്? ആണോ? ഓക്കെ. അപ്പൊ നമ്മൾ നേരെ എങ്ങോട്ടാ പോകുന്നത്? നെട്ടയിൽ എവിടെയാണ് ഭക്ഷണം കഴിക്കാൻ പോകുന്നത് എന്നുള്ളത് അറിഞ്ഞൂടല്ലോ. നമുക്ക് പോയിട്ട് നമുക്ക് പോകുന്ന വഴിയില്ല. അപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടോ? ബ്രഞ്ച് ആയി. ജയ് ഹനുമാൻ. ഹനുമാൻ പറഞ്ഞു പോലല്ലോ. അവിടെ അങ്ങനെയല്ല, ഒരു മ്യൂച്വലും ഇല്ല. ഇതൊക്കെ ഭാര്യ ചേട്ടൻ ഇപ്പൊ 3 മണിക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയിട്ട് വരും. അപ്പൊ ഞാൻ ഡ്രസ്സൊക്കെ എടുത്ത് കൂളിംഗ് ഗ്ലാസ് ഒക്കെ റെഡിയാക്കി വെക്കാം. പാവം ഹരി. എനിക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാനേ അറിയാവൂ. എനിക്കുള്ള കൂളിംഗ് ഗ്ലാസ് വരെ വേണമെങ്കിൽ എടുത്തു വെക്കാം. അതാണ് അത്ര വലിയ മനസ്സാണ് മനുഷ്യനെ ഇല്ലാതാക്കി. കുളിപ്പിച്ച് ആ കുട്ടി ഇല്ലാതാക്കി. അതന്നെ ഊട്ടുപുരയുടെ ഓണറാണ് കൊച്ചു മുതലാളി. ഓർഡറാക്കിയത് ശ്രീനാഥനെ വിളിച്ചാടാ. ഞാന് ഹെക്സയില് ആദ്യമായിട്ടാണ് കയറുന്നത് കേട്ടോ, ട്രാവൽ ചെയ്യുന്നത്. നല്ല അടിപൊളിയായിട്ടാ, ഫ്രണ്ടൊക്കെ അടിപൊളി. നല്ല റോഡ് ക്ലിയറൻസും ഒക്കെ ഉണ്ട്. കുറെ നാളായല്ലേ ഇതിന്റെ എടുത്തിട്ട്? 6 വർഷം. പക്ഷെ വളരെ നീറ്റായിട്ട് അടിപൊളിയായിട്ട്. തലേന്നല്ല, കഴിഞ്ഞ ആഴ്ച ഉണ്ടാക്കിയ ബീഫ് നല്ലപോലെ മര്യാദക്ക് ചോദിച്ചപ്പോ ഇവിടെ ഇരിക്കണ ചൂടാക്കി തരാന്ന്. അന്നുള്ള ഭക്ഷണം കഴിക്കാനൊന്നും ആർക്കും ഇപ്പൊ താല്പര്യമില്ല. ഇന്നലത്തത് മെനങ്ങാത്തത് മീന് കഴിക്കാൻ. അതന്നെ, ഇന്നലെ ഉണ്ടാക്കിയ ബീഫിന്റെ ആ ഷോപ്പിൽ പോവാന്ന്, ഹോട്ടലിൽ പോവാന്ന്. അവര് പറയും അല്ല പാത്രം വേണമെങ്കിൽ തരേ പുട്ടിട്ട് വഴിച്ചെടുത്തോളം പറയും. അതൊക്കെ അടിപൊളിയാട്ടോ. ഇതൊക്കെ ഹൈലൈറ്റ് ആയിട്ട് നടത്താം. അമ്മോ, നമ്മൾ എങ്ങോട്ട് പോകുന്നു? എവിടെ പോണ്? ഈശോ എവിടെ പോകുന്നു? നമ്മളെങ്ങനെയാ ഇപ്പോൾ? ഇതാണ് പറഞ്ഞ മറ്റേ കട. ഓ, അതായത് ഹോട്ടലിലെ പേരെന്താണ്? ഉണ്ണിയന്റെ കട എന്നാണ് പറയുന്നത്. ഓ, ഉണ്ണിയണ്ണല്ലേ. ആൾക്കാരുണ്ടല്ലോ.
സമയം കളയണ്ടെന്ന് വിചാരിച്ചു. ഓണത്ത് ഭയങ്കര സാധനം പോകുന്നത്. അപ്പോൾ ബ്രഞ്ച് കഴിഞ്ഞു. അപ്പോൾ നല്ല ഫുഡായിരുന്നു. തലേ ദിവസത്തെ ബീഫാണെന്നൊക്കെയാണ് പറഞ്ഞത്. നല്ല വിറകടുപ്പിൽ വെക്കുന്നതാണ്. വിറകടുപ്പൊക്കെ അവിടെ ഉണ്ട്. അപ്പൊ അതിലാണ്. പിന്നെ ഭക്ഷണം നല്ല ഫുഡായിരുന്നു അല്ലേ? ഒന്ന് ഉഷാറോടെ പറയൂ, കഴിച്ചതിന്റെ ഒരു സൂപ്പർ ഫുഡ്. അതെ. അപ്പൊ ഇത് കുലശേഖരമാണ്. ഇതാണ് കുലശേഖരം നാരായണ ശിവക്ഷേത്രമാണ്. നമ്മളിനിപ്പോ ഇതുവഴി എങ്ങോട്ടാ പോകുന്നത്? നേരെ പേയാട് പോയി കയറും. അടിപൊളി ബ്രിഡ്ജാണല്ലോ ഇത്. നമ്മൾ ഇങ്ങോട്ടൊന്നും വന്നിട്ടില്ല. ഇൻസ്റ്റയിലൊക്കെ നമ്മൾ കണ്ടിട്ട് ജസ്റ്റ് ഹരിയോട് ചോദിച്ചാണ്. ഹരി ഇവിടെ ഈ ഭാഗത്താണ് താമസിക്കുന്നത് അല്ലെ? അപ്പൊ പറഞ്ഞപ്പോ ഓൾറെഡി പുള്ളിക്ക് അറിയാന്നുള്ള ഹോട്ടലാണ്. അപ്പൊ അങ്ങനെ നമ്മള് ഇവിടെ വന്ന് കഴിക്കാന്ന് വിചാരിച്ചു. അപ്പൊ 100 രൂപയാണ് ബീഫിന്, 5 രൂപ ദോശ. അടിപൊളിയായിരുന്നു. സാമ്പാറും അടിപൊളിയാട്ടോ. കാര്യം നല്ല പച്ചക്കറിയൊക്കെ അതിന്റെ ഒരു സ്മെല്ലൊക്കെ ഉണ്ട്. അടിപൊളി സംഭവം. അപ്പൊ ഇനി എന്തായാലും നമ്മൾ ഇനിയിപ്പോ നേരെ നെട്ടയിലേക്കാണ് പോകുന്നത്. നെട്ടയിലേക്ക് പോകുന്ന വഴിയിൽ എവിടെയെങ്കിലും ഇറങ്ങി കുളിക്കാനൊക്കെ സ്ഥലം ഉണ്ടെങ്കിൽ രാകേഷിന് കുളിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്ത് നമ്മള് സെറ്റ് ആവും അല്ലേ രാശ? എന്താടാ ഉഷാറില്ലാത്ത? രാകേഷ് ഇവിടെ കുളിക്കണമെന്നൊക്കെ പറഞ്ഞു. ഒരു വഴിക്ക് പോവല്ലേ? ഇന്ന് രാകേഷിന്റെ കുളിസീനും എടുക്കുന്നതായിരുന്നു. അതെ, ഇന്ന് രാകേഷിന്റെ ഒരു കുളിസീനും ഉണ്ടാവും. ഇപ്പൊ ഇവര് പറഞ്ഞു നമ്മള് പണ്ട് മറ്റേ ചൊടക്കുണ്ടല്ലോ, ചൊടക്ക് ഇങ്ങനെ അടിക്കും ചൊടക്ക്. അത് ഇവിടെ ഒരു ഷോപ്പിലുണ്ടത്. അതെ, എങ്ങനെ അതെ ആ സാധനം ഇവിടെ ഒരു ഷോപ്പിലുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ജസ്റ്റ് കാണിച്ചു തരാം. ഇതാ ഈ ഒരു ഷോപ്പിൽ ഇതാ ഒരു മാമൻ ചൊടക്ക് വേണമായിരുന്നല്ലോ. 1000 രൂപയ്ക്കല്ലോ, 2000 രൂപയ്ക്ക് എടുത്താൽ മതി. ഇതെവിടെ നിന്നാണ് ഈ ചൊടക്ക്? ഇവിടെ ഉള്ളതല്ല, മലേഷ്യ ഉണ്ടായിരുന്നു. ഇവിടെ തേവാറോ ഇപ്പൊ ഇല്ല. ഇതിപ്പോ എവിടുന്നാ കൊണ്ടുവരുന്നത്? ഇതേ വിളപ്പിച്ചാല. ഇത് ആൾക്കാര് വാങ്ങിച്ചിട്ട് ഇത് എന്തിനാ യൂസ് ചെയ്യുന്നത്? അത് വെടിവെച്ചായി. വെടിവെക്കാൻ തന്നെ. മാമ വെടിവെക്കാറുണ്ടോ? അയ്യോ, എല്ലാം വെടിവെച്ച. കൊള്ളാം. ഒരെണ്ണം പൊട്ടി. ഇതാ പൊട്ടിക്ക് പൊട്ടിക്ക്. ഇതാക്കി നോക്കാം. ചെക്ക് ചെയ്യണ്ടേ? പൊട്ടനുണ്ടാകുന്ന ചെക്ക് ചെയ്യണ്ട. എങ്ങനെയല്ലേ ഇത് കളയണോ അല്ലേ? അകത്തിരിക്കുന്നു. ഇത് കളയണം. അത് കളഞ്ഞു. ഇത് കളയണം. എന്നിട്ട് പെരുക്കണം. എരിക്കണം. ഇതാ ഇപ്പൊ മൂക്ക് പോയതോ. പൊട്ടിച്ചാണ്. ഇതിനകത്ത് പൊട്ടിക്കാൻ ഗുണ്ടില്ലല്ലോ മാമ. വേണ്ട, ഇതിനെ എടുത്ത് കളയും. ഓ അതാണ്. ഭയങ്കര സൗണ്ട്. ഇവിടെ പ്രളയം അത്രയ്ക്ക് സൗണ്ട്. എന്തായാലും കൊള്ളാം മാമ. എന്തായാലും മാങ്ങ എങ്ങനെ? നല്ല പഴുത്ത മാങ്ങ. ഇത് നാട്ടുമാങ്ങ. നാട്ടുമാങ്ങ നല്ല മാങ്ങയാണ്. മധുരമുള്ള 250. മാങ്ങ വില കൂടുതൽ. ഇപ്പൊ മാങ്ങ തീരെ ഇല്ല. ഒരിടവും മാവിൽ പൂത്തില്ല. തിരുവനന്തപുരത്ത് മാത്രമേ ഉള്ളൂ. അങ്ങനെ നടക്കും, പറ്റും. കറക്റ്റ് സൗണ്ട്.
എന്തൊരു സൗണ്ടാ തപോന്നായിട്ട്. ഹരിസാറിന് ഓർഡർ ഹരിസാർ ഒട്ടിക്കണം. വെറുതെ ആകുമ്പോ എടുക്കണ്ട, ഇതിങ്ങനെ പിടിച്ചിട്ട് അതല്ലേ പറഞ്ഞേ, അത് പിടിച്ചില്ലെങ്കിൽ ചിലപ്പോ വരൂല. അതാണ് ഇവിടെ ഇവിടെ ഇങ്ങനെ പ്രസ് ചെയ്യണം. ആ കേട്ടേ. പക്ഷെ ഐശ്വര്യ വേണോ ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ട് ചുമ്മാ ഇങ്ങനെ അടിച്ചാൽ മതി. പങ്കജസ്തൂരിയുടെ അല്ലേ. അപ്പൊ നമ്മള് കാട്ടാക്കട എത്തിയല്ലേ? കാട്ടാക്കട നമ്മൾ കാട്ടാക്കട എത്തിയിരിക്കുകയാണ് ഗേസ്. അപ്പോ നമ്മൾ ഇവിടെ നിന്ന് നേരെ നെട്ടയിലേക്കാണ്. ട്രിവാൻഡ്രത്ത് നിന്ന് ഏകദേശം 34 കിലോമീറ്ററോളം ഉണ്ട് നെട്ടയിലേക്ക്. 34 അല്ലേ? 40. അപ്പൊ ഞാന് ഡെസ്റ്റിനേഷൻ നേരത്തെ നമ്മുടെ മാപ്പില് നമ്മുടെ കേറിയ സ്ഥലത്ത് നിന്ന് നോക്കിയപ്പോഴാണ് 34 കിലോമീറ്റർ വന്നത്. ട്രിവാൻഡ്രത്ത് നിന്ന് 44 കിലോമീറ്റർ ഉണ്ട് അല്ലെ. അപ്പോ എന്താ പറയാ, ആക്ച്വലി പണ്ടൊക്കെ നമ്മള് ട്രിവാൻഡ്രത്ത് നിന്ന് എങ്ങോട്ട് പോകാനൊക്കെ ഉള്ള ഓപ്ഷൻസ് വളരെ കുറവായിരുന്നില്ല. നേരെ കോവളം പോവാം, അങ്ങനെ എക്സെട്ര പൊന്മുടി പോവാം, അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യുന്നു. പക്ഷെ ഇപ്പോൾ ആൾക്കാർ കൂടുതലും നെട്ടയൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. കാര്യം ഭക്ഷണം അവിടെ ശരിക്കും കിട്ടുന്നുണ്ട്. നമ്മ ഫിഷിന്റെ മെയിൻ ഏരിയ ആണ് അവിടെ. അപ്പോൾ ഡാമിലെ ഫിഷ് ഫ്രൈ അങ്ങനെയൊക്കെ ഉള്ളത് കൂടുതൽ കിട്ടുന്നുള്ളതുകൊണ്ട് ആൾക്കാർ അവിടെ പോകും. നല്ല പ്രകൃതി സൗന്ദര്യം ഉള്ള ഒരു സ്ഥലമാണ്. പോകുന്ന വഴിയൊക്കെ നല്ല രസമാണ്. ഈ സൺഡേ ഒക്കെ സാറ്റർഡേ ഭയങ്കര തിരക്കാണ് എന്നാണ് പൊതുവെ, അങ്ങനെയാണ്. അപ്പൊ എനിവേ എന്തായാലും നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാരും വെടിയൊക്കെ വെച്ചു. പൊട്ടിയാ ഏതെങ്കിലും പൊട്ടിയാ? എല്ലാം ചീറ്റി പോണം. ഞാൻ നോക്കി തുടങ്ങിയപ്പോൾ കടകൾ അപ്പൊ സാധനം അമ്മൂനുള്ള മുട്ടായി എല്ലാം ഉണ്ട്, ടിഷ്യൂനുള്ള. ഇപ്പൊ ഒരു വെറൈറ്റി ഒരു സാധനം കണ്ട് അപ്പൊ ഞാൻ ഒന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചിട്ട് വാങ്ങിച്ചോണ്ട് വന്നതാണ്. അപ്പൊ ആർക്കൊക്കെ വേണം ഇത്? അടിപൊളി. ഭക്ഷണത്തിന്റെ ഉസ്താദ് കഴിച്ചിട്ട് എന്തോ അത് എന്തോ പഴം, പൈനാപ്പിൾ ഫുള്ള് പൈനാപ്പിൾ എല്ലാം ഉണ്ട്. എല്ലാം ഉണ്ട്. ഇത് മറ്റേ പാലംകുടം വരെ ഉള്ളൂ. പാളയം എങ്ങനെയുണ്ട്? കുടിച്ചോ? എന്തുകൂടെ കളിച്ചോ? നമസ്കാരം, പറഞ്ഞോ. തക്കാളി ഉണ്ടല്ലേ? ആ പഴം എന്തോ പാലംകുടം ഇതും കൂടെ. പഴമുണ്ട്, പേരയ്ക്കുണ്ട്, ഗ്രേപ്സ് ഉണ്ട്. കുറച്ച് കുടിച്ചിട്ട് വേണമെങ്കിൽ അപ്പൊ കുടപ്പന മോഡ് ജംഗ്ഷനിലാണ് നമ്മളിപ്പോ സർബത്ത് കുടിച്ചത്. അതെ, വാഴ്ചല് കഴിഞ്ഞിട്ട് നമ്മുടെ നെട്ട പോകുന്ന വഴി മുക്കുകട എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പാണ്. ഞാൻ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, സോറി. മസ്റ്റ് ട്രൈ ആണ്. നല്ല, എനിക്ക് തോന്നുന്നു അവിടെ ഒരു 20 പേരെങ്കിലും സർബത്ത് കുടിക്കാൻ ആ ഒറ്റ സമയത്തുണ്ടായിരുന്നു. അപ്പൊ ഇനി എന്തായാലും നിങ്ങള് ഇവിടെ വരുമ്പോഴത്തേക്ക് മസ്റ്റ് ട്രൈ ആണ്. വീഡിയോ എടുക്കാനും സമ്മതിക്കൂല. കളിക്കട്ടെ. ഞാനൊരു വെറൈറ്റി സാധനം ഇവിടെ വാങ്ങിച്ചിട്ടുണ്ട്. തേൻ മുട്ടായി അടിപൊളിയാണ്. ഇത് നമ്മള് ഭക്ഷണം കഴിച്ചിട്ട് നിങ്ങളെ കഴിച്ച് കാണിച്ചു തരുന്നതാണ്. ഓക്കെ, ഇത് ഞാനിത് വാങ്ങിക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് നല്ല തേനുണ്ട്. ഇതിന്റെ കാര്യം ഇത് പൊതുവെ നമ്മള് ചില സ്ഥലങ്ങളിൽ കിട്ടുമ്പോൾ നല്ല ഡ്രൈ ആയിരിക്കും. പക്ഷെ ഇതിനകത്ത് തേനുണ്ട് എന്നുള്ള വിശ്വാസത്തിൽ മേടിച്ചതാണ്. നോക്കാം. ഭക്ഷണം കഴിച്ചിട്ട് തേൻമുട്ടായി പൊട്ടിക്കാന്ന് വിചാരിച്ചതാണ്. പക്ഷെ ഈ തേൻമുട്ടായി കണ്ടപ്പോ തന്നെ കുറെ താരങ്ങളെ ബാക്കി ഇരുന്നിട്ട് തേൻമുട്ടായി വേണമെന്ന് പറഞ്ഞിട്ട് പറയാണ്. അപ്പൊ ഞാനാണ് ആദ്യമായിട്ട് ട്രൈ ചെയ്യാൻ പോണത്. ഞാനാണ് പാടുപെട്ട് മേടിച്ചത്. ഇതാ നോക്കിക്കോണം. അത്ര കൊണ്ട് പോരാ. ഇതൊരു കുഴപ്പമില്ല. പക്ഷെ പണ്ടൊക്കെ നമ്മള് തേൻമുട്ട ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇതാക്കുമ്പോഴേ ഇങ്ങനെ പൊട്ടി ഇങ്ങനെ വെളി വരും അല്ലേ? ആ അമ്മൂമ്മയുടെ കടയിലൊക്കെ കിട്ടും. ഇത് ഇച്ചിരി കുഴപ്പമില്ല, എന്നാലും ടേസ്റ്റ് ഉണ്ട്. ഇപ്പോ നമ്മുടെ നെട്ട എത്തിയിട്ടുണ്ട്. നമ്മുടെ അക്ഷയപാത്രം അമ്മയുടെ ഹോട്ടൽ. ഇത് നമ്മള് പണ്ട് ഇവിടെയാണ് വന്നിട്ടുള്ളത്. ഇവിടെ അടച്ചിരിക്കുന്നത്. ഇവിടെ ചെക്കിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ടിൽ പോയ വണ്ടിയിലെല്ലാം ചെക്ക് ചെയ്യുന്നുണ്ട്. ഫാമിലി ആയതുകൊണ്ട് നമ്മള് പോകാൻ പറഞ്ഞു കേട്ടോ. അല്ലെങ്കിൽ അവരെ പിടിച്ച് നിർത്തിയിട്ടുണ്ട്. അവര് വണ്ടി ഒന്ന് നന്നായിട്ട് ചെക്ക് ചെയ്ത് സ്നേഹിച്ചിട്ടൊക്കെ വിടുള്ളൂ. നമ്മളെ സ്നേഹിച്ചില്ല. ബാക്കില് കുറെ ആൾക്കാര്
ഈ ഫാമിലി ആയിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മള് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലുള്ള ഒരു പ്രയോജനമുണ്ട്. നമ്മുടെ ഏറ്റവും വലിയ വിജയം അതാണ്. ഫാമിലിയുടെ കൂടെ പുറത്ത് നല്ല ചൂടാണ് ഗൈസ്. ഈ സ്ഥലത്തിന്റെ പേര് തമിഴ്നാടാണ്. എസ്റ്റേറ്റ് അല്ലേ? അത് ആരുടെ പറഞ്ഞുണ്ട്. അവിടെ ഫിഷൊക്കെ ആവശ്യം പോലെ ഉണ്ട്, പക്ഷേ അവർക്ക് തിരിഞ്ഞു നോക്കാൻ പോലും സമയമില്ല. തിരക്കല്ലേ? തിരക്ക്, ഭയങ്കര തിരക്ക്. അപ്പൊ ഗൈസ്, ഇപ്പൊ അതിനകത്ത് നമ്മുടെ ഫുഡ് കഴിക്കാൻ അവിടെ നല്ല തിരക്കുണ്ട്. എല്ലാ ഫിഷും അവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് എവിടെ കയറണമെന്നുള്ളത് തീരുമാനിക്കുക. രാകേഷിന് ഇഷ്ടമുള്ള ഒരു കാര്യം പറയട്ടാ. ഞാൻ അവിടെ ഒരു സംഭവം കണ്ട്. അവിടെ സുന്ദരിയായ 2 ചേച്ചിമാരുണ്ട്. അത് രാകേഷിന് മാത്രമല്ല, ഏറ്റവും ഇഷ്ടം നിനക്കല്ലേ? ചേച്ചി ഏതാ? സാർ എങ്ങോട്ട് പോകണം? ജസ്റ്റ് അതുവരെ നമുക്ക് അത് നമ്മുടെ ഡാമാണ്. ആ ഡാമിൽ പോയിട്ട് ഒന്ന് കാലൊക്കെ നനച്ചിട്ട് വരാം. നല്ല പ്രകൃതി രമണീയമായ സ്ഥലം. എന്ത് മനോഹരം അല്ലേ? അതിമനോഹരം. ഭയങ്കര സന്തോഷമാണ്. കണ്ടാലേ അറിയാം, കല്യാണം കഴിഞ്ഞിട്ടില്ല. അല്ല, അത് കണ്ടപ്പോ നിനക്കൊരു ഒരു ബുദ്ധിമുട്ടല്ലേ? അങ്ങനെ അല്ല, അവര് കാരണം മുഖത്ത് ഒരു വിഷമം പോലും ഇല്ല. ഭയങ്കര സന്തോഷം. ഭയങ്കര വില കൊടുത്തു. പ്രകൃതി മനോഹരമായിട്ടുള്ള ഈ സ്ഥലത്ത് നമ്മൾ നേരത്തെ വന്നിട്ടുണ്ട്. ഇവിടെ വന്ന് നമ്മൾ റീലൊക്കെ ചെയ്തിട്ടുണ്ട്. എന്താണ്, നൈസ് പ്ലേസ് ആണ്. പക്ഷേ നല്ല വെയിലടിക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ വൈകിട്ട് ഒരു 4 മണി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല കാറ്റൊക്കെ കൊണ്ട് ഇവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്. മസ്റ്റായിട്ട് ഇവിടെ വരുന്ന ആൾക്കാർ ട്രിവാൻഡ്രത്ത് വരുന്നവർ നെട്ട ഉറപ്പായിട്ടും ട്രൈ ചെയ്യണം. ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കണം. ഈ പ്രകൃതിയൊക്കെ നിങ്ങൾ അനുഭവിക്കണം. ഒരു റിലാക്സേഷൻ അല്ലേ? ഒരു തിരക്കീന്ന് മാറി. അതെ, അല്പം ചൂട് കൂടുതലാണെങ്കിലും തിരക്കീന്ന് മാറി പ്രകൃതി മനോഹരമായ ഒരു സ്ഥലത്ത് വന്ന് വരാറുണ്ടോ? ഞങ്ങൾ ഇതുവഴി സ്ഥിരം പോവാറുണ്ട്. 2 മാസത്തിലൊരിക്കൊക്കെ പോവാറുണ്ട്. അപ്പൊ ഇങ്ങനെ ഇറങ്ങി എങ്ങോട്ട് പോകുന്നത്? റോട്ടിൽ നിന്നുണ്ട് തൃപ്പരപ്പ്, കൊലശേരം. അവിടെ തൃപ്പരപ്പ് കാണാൻ വേണ്ടിട്ട് കാണാൻ പോകും. അല്ലെങ്കിൽ ബന്ധുക്കളുണ്ട്. ഓ, അങ്ങനെ ആരോല്, തൃപ്പരപ്പ് വഴി ആരോല്, കൊലശേരം വഴി ആരോല്. ഫുഡ് കഴിക്കാൻ വേണ്ടി ഇവിടെ സമയത്ത് ഇറങ്ങും. ഫുഡ് കഴിക്കാൻ എവിടെയെങ്കിലും ഇന്ന സ്ഥലമൊന്നുമില്ല. ഇവിടെ വിശക്കുന്നു, അപ്പോൾ ഇറങ്ങി അടിക്കും. അതായത് ട്രിവാൻഡ്രത്തിലെ ഏറ്റവും കൂടുതൽ ഷോപ്പുകളും എനിക്കറിയാന്ന് പറഞ്ഞാൽ ട്രിവാൻഡ്രത്ത് ഒരുവിധ ഫുഡ് ബ്ലോഗർ പോകുന്നതിനേക്കാളും കൂടുതൽ ഇവര് ഷോപ്പ് കവർ ചെയ്യുന്നുണ്ട്. വേറെ പരിപാടി ഇതൊക്കെ ഇല്ല, ഫുഡ് അടി. അതെ അതെ അതെ, നമ്മളെ കണ്ടാൽ തന്നെ അത് ആ ഒരു ഫുഡ് അടിയുടെ മെയിൻ ആണ്. അതന്നെ, ഫുഡിന്റെ പുറത്തല്ലേ ജീവിക്കുന്നത്. അതൊരു തരത്തിലുള്ള ദുശീലങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു മനുഷ്യനാണ്. മറ്റേ നമ്മളെ സിനിമ ഉണ്ടല്ലോ, മറ്റേ കല്യാണരാമനില് ദിലീപാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എപ്പോഴും ഞാൻ പുള്ളിയെ കാണുമ്പോഴത്തേക്ക് എനിക്ക് കല്യാണരാമൻ ദിലീപാണ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ ഒരാളെ നിർത്തിയിരിക്കുമല്ലോ ഈ ഭക്ഷണമൊക്കെ ടേസ്റ്റ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു മനുഷ്യനാണ്. ശരീരം കൊണ്ടാണ് അങ്ങനെ ഉദ്ദേശിച്ചത്. ശരീരം കൊണ്ട് അല്ല, സ്വഭാവം കൊണ്ട്. ഭയങ്കര വൈബാണ്, നമ്മുടെ കൂടെ ഭയങ്കര വൈബാണ്. പക്ഷെ യാതൊരു തരത്തിലുള്ള ദുശീലങ്ങളും ഇല്ല എന്നെ പോലെ. നമ്മള് റീലെടുക്കാൻ പോവാണ്. ഇതപ്പോ തുടക്കം കുറിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചെറുക്കൻ, നമ്മുടെ രാകേഷ് അവിടെ നിപ്പുണ്ട്. അപ്പോൾ നമ്മള് പാടാൻ പോകുന്ന പാട്ട്
ഏകാന്ത ചന്ദ്രികയെ തേടുന്നത് എന്തിനോ അതാണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇതാ ഇതിന്റെ പ്ലാന്റർ അവിടെ ഉണ്ട്. പ്ലാന്റർ ലൊക്കേഷൻ നോക്കി നടക്കുകയാണ്, പക്ഷെ ഒരു ഉപയോഗവും ഇല്ല. ഒരു പുതിയ അനുഭവം ആണോ? റീലൊക്കെ എടുത്തു അല്ലെ? ആ വീഡിയോഗ്രാഫർ നമ്മുടെ അമ്മുവും നമ്മുടെ ഇഷു നമ്മുടെ കൂടെ വന്നില്ല, എന്നാലും നമ്മൾ എടുത്തു അല്ലേ? അമ്മ എടുത്തു. അപ്പോൾ എനിവേ നമുക്ക് തിരിക്കാം അല്ലേ? അടിപൊളിയായിരുന്നു. നമ്മൾ ഇനി ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്. നമ്മൾ റീല് എപ്പോഴും എടുക്കണമെന്ന് വിചാരിക്കും, പക്ഷെ നടക്കില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാത്തതുകൊണ്ടാണ് എടുക്കാത്തത് കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യം എടുക്കുമ്പോൾ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ പറ്റും അല്ലേ രാകേഷ്? എവിടെ കയറാന്ന് അങ്ങ് പോകാം. ഇവിടെ സീൻ കോൺട്രയാണ്. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഏകദേശം ഒരു 3/4 മണിക്കൂറോളായി നമ്മള് റൂമിലല്ലേ ഞാൻ സെറ്റ് 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഭയങ്കര ഒരു സീനായി പോയി. ഇത് നമ്മളെ വീഡിയോ ആണ്. അതന്നെ. അപ്പൊ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ നമ്മളെ ഹെക്സയിൽ ഇരിക്കുകയാണ്. ഹെക്സയിൽ ഇരുന്നത് ഇപ്പൊ ഒരു ഫിഷ് ഫ്രൈ നിങ്ങൾ കണ്ടല്ലോ. ആ ഫിഷ് ഫ്രൈ വാങ്ങിച്ച് നമ്മളെല്ലാരും സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഫിഷ് ഫ്രൈ നമ്മള് സെറ്റായില്ല, ഈ 2-3 സാധനങ്ങൾ സെറ്റായി. മണപ്പിക്കാൻ മാത്രം ഇച്ചിരി സാധനം കിട്ടി. അപ്പോൾ നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഫൈനലി നമ്മൾ ആറ്റിത്തീരം എന്നുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ കഴിക്കാൻ വേണ്ടിയിട്ട് എത്തിയിരിക്കുകയാണ്. നമ്മുടെ നെട്ടയിലുള്ളതാണ്. നമ്മൾ നേരത്തെ 2-3 റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് നമുക്ക് അവിടെ ഇറങ്ങാൻ പറ്റിയില്ല. നമ്മൾ ആറ്റിത്തീരത്ത് ഫൈനലി നമ്മൾ ഇവിടെ വന്നു. നമ്മൾ 2-3 സ്ഥലത്ത് പോയപ്പോഴത്തേക്ക് അവിടെ എല്ലാം ഓൾമോസ്റ്റ് ഫിഷൊക്കെ കഴിഞ്ഞായിരുന്നു. അപ്പോൾ നമ്മൾ ആറ്റിത്തീരത്ത് വന്നപ്പോൾ എല്ലാം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ വന്നതാണ്. അത് വെച്ചിട്ട് ഇവൻ കണ്ടന്റ് പരിചയക്കാരും കിട്ടിയില്ല. ഇവർക്ക് 2 ദിവസം കൂടെ അറിയാവുന്നവരോ? എല്ലാവർക്കും വിശപ്പുണ്ടോ? എനിക്ക് വിഷമുണ്ട്. എവിടെ വിശപ്പുണ്ടോ? നല്ല പോലെ ഉണ്ടോ? വിശപ്പുണ്ടോ? ചെറുതായിട്ട് വിശപ്പുണ്ടോ? വരച്ചതാണാ? ഇനി വരയ്ക്കല്ലേ, വില കയറിപ്പോ. വില കയറിപ്പോ. കിളിന്ത ഇലയില് തരുമ്പോഴേ നമുക്ക് എന്ത് തന്നാലും അടിപൊളിയല്ലേ? സൂപ്പറാണ്. ചേട്ടാ പപ്പടം കൊണ്ടു. പപ്പടം ഇത് ഏത് മീനത്? അയ്യേ പക്ഷേ ആരാ ട്രൈ ചെയ്യാൻ പോണേ? ഫസ്റ്റ് കൈവയ്പ്പ്. കട്ടില. ഇത് കട്ടിലാണ്. എങ്ങനെയുണ്ട്? ഇത് നട്ടർ, ഇത് കട്ടില, ഇത് തിലോപ്പിയ. അടിപൊളി. നമ്മൾ ഇച്ചിരി ലേറ്റ് ആയിട്ട് വന്നുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട്. എന്നാലും നമ്മൾ നല്ല വിശപ്പുള്ളതുകൊണ്ട് നമ്മൾ അടിപൊളിയായിട്ട് കഴിക്കുന്നു അല്ലേ? ഫിഷ് ഫ്രൈ വന്നിട്ടുണ്ട്. ഫിഷ് ഫ്രൈ അടിപൊളിയാണ്. നട്ടറാണ്. ഇതെനിക്ക് തോന്നുന്നു കട്ടലയാണെന്ന് തോന്നുന്നു. കട്ടലയുണ്ട്. അത് വന്നിട്ട് തിലോപ്പിയ. അതായത് തലയാണ്. തല അടിപൊളിയാണ്.
നല്ല വിശപ്പുള്ളതുകൊണ്ട് നമുക്ക് ഈ പറഞ്ഞ നല്ലതോ ചീത്തയോ എന്നുള്ളതൊന്നും അറിയില്ല. അടിപൊളി സെറ്റാണ്. ഇപ്പൊ വിജയകരമായി ഒരു സൈഡ് നമ്മൾ ഫിനിഷ് ചെയ്തില്ലേ? അതെ, ഓ, 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 ഓ. മലത്തടിക്കാൻ പോവാണ്. ഓഫ്. അടിപൊളി. അടിപൊളി. തളർന്ന് എണീക്കാൻ വയ്യ. എങ്ങനെയുണ്ട് ഫുഡ്? അടിപൊളി. ഈ മൂക്കൊക്കെ ഇങ്ങനെ ചോന്നില്ല, കറുപ്പാണ്. ഇത് പാക്ക് ചെയ്തെടുത്തു. അങ്ങനെ നെട്ടയിൽ വന്ന് നമ്മൾ ഇപ്പോൾ കാട്ടാക്കടയ്ക്കകത്തുള്ള കാപ്പിക്കാട് എന്ന സ്ഥലത്തുള്ള ഒരു കുഗ്രാമത്തിലെ കുറച്ച് സ്ഥലത്തിൽ സിറ്റി അല്ലെ, ഇവിടെ സിറ്റി എന്താ പറയാ, ഒരു നാച്ചുറൽ ആയിട്ടുള്ള നമ്മുടെ ഹരിബ്രോയുടെ പ്രോപ്പർട്ടിയിൽ വന്നിരിക്കുകയാണ്. ഓ, ലെവലോലിക്ക എന്ന് പറഞ്ഞ് നീ തള്ളണ്ട, നമ്മളെ പ്രേക്ഷകർക്കും സബ്സ്ക്രൈബേഴ്സിനൊക്കെ അറിയാം ഈ ലെവലോലിക്കയാണോ ഇത് ചീമനെല്ലിക്കയാണോ ഇത് കാട്ടുനെല്ലിയാണോ കേട്ടോ. നീ നമ്മളെ തീരെ അങ്ങോട്ട് എന്നാ ഇത് ലെവലോലിക്കല്ലേ, ഇത് ചെറിയ ഉണ്ടല്ലോ, ചെറിയ എനിക്ക് അതുമല്ല എന്തോ ഒരു സംഭവം. അപ്പൊ നമ്മള് ഇവിടെ വന്നത് ഒരു സംഭവം ചെയ്യാൻ വേണ്ടി മാത്രമാണ്. എന്ത് സംഭവം എന്നല്ലേ, ഇതാ നമുക്കൊരു നാടൻ മാങ്ങ കുറച്ച് കിട്ടിയേ. ഇതാ കണ്ട, നമ്മൾ രാവിലെ മേടിച്ചില്ലേ, ആ മാമൻ്റെ നിന്ന് മേടിച്ച മാങ്ങ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. പക്ഷേ ഈ മാർച്ച് മാസത്തെ മാങ്ങയുടെ ടൈമാണല്ലേ ഇപ്പോൾ, ടൈമായി വരുന്നു. പക്ഷെ ഇത്രയും വലിയ മാങ്ങ നമ്മളിപ്പോൾ കണ്ടില്ല അല്ലേ. നമ്മൾ നാച്ചുറൽ ആയിട്ട് വേണ്ട, അത് ചെയ്യണ്ട. ഇവിടെ ഈ മാങ്ങ എടുത്ത് 2 കിലോ അത് വേണ്ട, അത് സൂപ്പർ. അപ്പോഴേ ഈ പാറക്കല്ല് വെച്ച് അടിക്കും, പക്ഷെ ഒരു കാര്യം കത്തി വെച്ച് നിൽക്കുമ്പോ ഭയങ്കര. അല്ല, ഇത് പഴുത്ത മാങ്ങയാണ്, അതുകൊണ്ടാണ്. പഴുത്ത മാങ്ങയിൽ ഉപ്പിട്ട് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. ഓ, നല്ല വാടിയ മാങ്ങ. എന്താപ്പാ കഴിച്ചു നോക്കടാ. മാങ്ങയുടെ പ്രശ്നമല്ല ഇത്, ഫസ്റ്റ് മാങ്ങ നമ്മുടെ പ്രശ്നമാണ്. നമ്മുടെ പ്രശ്നം നമ്മളെ വാങ്ങിയതിന്റെ പ്രശ്നമായിരിക്കും. അപ്പൊ ഇതിനകത്തെ ചെറിയൊരു വാട്ടലുണ്ട്, അത്രേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട്, മാങ്ങയുടെ ടേസ്റ്റ് ഉണ്ട്. മാങ്ങയുടെ ടേസ്റ്റ് കിട്ടിയില്ല അതുപോലെ. വെള്ളം കണ്ടിട്ട് കൊറേ നാളായി, വെള്ളം കണ്ടിട്ടേ കൊറേ നാളായി. ഇത്രയും നമ്മള് കഴിഞ്ഞിട്ട് വരാത്ത ഒരാളുണ്ട്. ഇതാണ് കിണറ്റിലെ വെള്ളം കോരുന്ന സമ്പ്രദായം. ഇത് പണ്ട് കാലങ്ങളിൽ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഇത് ആരോഗ്യം നമ്മുടെ ഷോൾഡറിനും നമ്മുടെ വിങ്സിനല്ല, ആംസിനും എവറി ബോഡി ഈസ് വെരി ഗുഡ് എക്സസൈസ് ആണ്. വിങ്സിന് നല്ല പിടിക്കോടാ. ഇത് ജസ്റ്റ് ഇങ്ങനെ ആക്കിയിട്ട് മണപ്പിച്ച് കയറ്റണം. അത് കുത്തിയപ്പോ ഇത്ര വേനില്ല. എന്താ സംഭവം? എന്താ ഇറക്കുമല്ലോ ഒരു പ്രാവശ്യം. ഇത് കാട്ടുള്ളി. ഓ, ഇത് മറ്റേ സാധനം. ഇത് മറ്റേത്, ഇത് പുതിയ സാധനം. കാട്ടുള്ളി. കാട്ടുള്ളി ഇത് നമ്മള് വയനാട് പോയപ്പോ അല്ല, എന്റെ കുടുംബത്തിൽ ആര് എന്ത് ഇങ്ങനത്തെ സാധനം കണ്ടാലും എനിക്ക് വാങ്ങി കംപ്ലീറ്റ് തഴമ്പിച്ച് നിന്റെ നെറ്റി. ഇന്നത്തെ ദിവസം അടിപൊളിയായിരുന്നു. നമ്മുടെ നെട്ടയിലെ ഭക്ഷണവും യാത്രയും നമ്മളെല്ലാവരുമായിട്ടുള്ള അടിപൊളി യാത്രയായിരുന്നു അല്ലേ? അടിപൊളിയായിരുന്നു. അതെ, കുറെ ദിവസത്തിന് ശേഷം ഒരു വീഡിയോയും ചെയ്തു. അതെ, ഇപ്പൊ അടിച്ചു പൊളിച്ചു. അപ്പോൾ എനിവേ എന്തായാലും നമ്മളെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ആരും ഒന്ന് പറയണേ, ഒന്ന് ക്യാമറയെ നോക്കി പറയണോ? അപ്പോ യെസ്, അപ്പോ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും